മൈതാനിയിൽ ഞാൻ അമിത്ഷാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തു. പാലക്കാട് കോട്ട മൈതാനിയിൽ വലിയ ജനക്കൂട്ടത്തിന്. അപ്പോൾ ഞാൻ ആ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അമിത്ഷാജി ഇങ്ങനെ കേരള സർക്കാരിന് കേരളത്തിന് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത ഈ സ്കീമുകളുടെ തുകയുടെയൊക്കെ ഒരു ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടം. അപ്പോൾ ആദ്യത്തെ ഒരു 2 കഴിയുമ്പോൾ കഴിയുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, ശ്രദ്ധിച്ച് നിൽക്കണം. രാഷ്ട്രീയക്കാരനാണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് രാഷ്ട്രീയം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, കേരളത്തിന്റെ സാഹചര്യം നമുക്കറിയാം. നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോഴാണ് പറയുന്നത് അവരൊക്കെ അതുകൊണ്ടാണ് ഗ്രേറ്റ് ആവുന്നത്, നമ്മൾ അല്ലാത്തതാവുന്നത്. കൊച്ചിയിൽ വലിയ ഒരു തെരഞ്ഞെടുപ്പ് കാഹളം മുഴക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി അവസാനിപ്പിച്ചത്. ആ പരിപാടിയിൽ ഉടനീളം എല്ലാവരും ശ്രദ്ധയോടെ ഉറ്റുനോക്കിയത് ഈ പറയുന്ന BJPയുടെ സംസ്ഥാന നേതാവ് സന്ദീപ് വചസ്പതിയാണ്. സന്ദീപ് വചസ്പതി തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാവരും ഉറ്റുനോക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു വൈറൽ കണ്ടന്റ് തന്നെയാണ്. സന്ദീപേട്ട ഞങ്ങൾ മാധ്യമപ്രവർത്തനം കൂടിയാണ്, അതുകൊണ്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ നമ്മുടെ പ്രധാനമന്ത്രിനൊക്കെ സ്പീച്ച് ഈ മണി പോലെ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നത്? ഈശ്വരാനുഗ്രഹം. കൂടാതെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമുക്കൊരു അരമണിക്കൂർ മുമ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് വായിച്ച് നോക്കാനും ഏകദേശം എന്താണുള്ളത് നമുക്ക് അറിയാനുള്ളൊരു സൗകര്യം ഉണ്ട്. അതൊരു ആവശ്യമാണ്. പിന്നെ എന്നാലും PM ഒക്കെ ആകുമ്പോൾ എപ്പോഴും അങ്ങനെ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിന് വെളിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് തരുന്ന ടെക്സ്റ്റിൻ്റെ അനുസരിച്ചുള്ള പ്രസംഗം ആവില്ല പലപ്പോഴും നടത്തുക. അതിന് വെളിയിൽ നിന്നും ഓർഡർ മാറ്റി അദ്ദേഹത്തിന് അപ്പോൾ കാര്യം അദ്ദേഹം എക്സ്റ്റംബറായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികം നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു ഗുരുത്വം, ഈശ്വരാനുഗ്രഹം. ഇതിനകത്ത് ചില സമയത്ത് അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില നീട്ടലും കുറുക്കളുകളൊക്കെ ഉണ്ട്. ചില കണ്ടന്റുകൾ കൺവേ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്തെ ഒരു രീതി, സ്വരത്തിൻ്റെ മോഡുലേഷനൊക്കെ നോക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചത് സന്ദീപേട്ടന് മോദിജി എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിൻ്റെ അതേ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ അതേ എന്താ പറയുക, അതിൻ്റെ ഒരു സത്ത് ചോർന്നു പോകാത്ത രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതെങ്ങനെ കഴിയുന്നു? പലപ്പോഴും പല ട്രാൻസ്ലേറ്റേഴ്സിനും അത് കഴിയാറില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് നേരത്തെ ധീരവസഭയുടെ പരിപാടി കഴിഞ്ഞ് സന്ദീപേട്ടനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്, അടുത്ത ഹെലികോപ്റ്ററിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുക. ഹെലികോപ്റ്റർ ഒന്നും അല്ലായിരുന്നു, ബൈക്കാറാണ് വന്നത്. 3 ഞാനായിരുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മളുടെ സർക്കാർ പരിപാടികൾക്ക് അപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിയതാണ്. എന്തായാലും പറയാം, നമുക്കൊരു ഗുരുത്വം എന്നല്ലെങ്കിൽ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ നമ്മൾ രാഷ്ട്രീയക്കാരനാണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് രാഷ്ട്രീയം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, കേരളത്തിന്റെ സാഹചര്യം നമുക്കറിയാം. അപ്പം PM കൃത്യമായിട്ട് എന്താണ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കാം അങ്ങനെ വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് PM സംസാരിക്കുമോ, ഇങ്ങനെ ആകണമെന്നോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും PM ആദ്യമൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 6ാമത്തെ 7ാമത്തെ വേദിയിലാണ് PMന്റെ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 2 കഴിയുമ്പോൾ PM സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, ശ്രദ്ധിച്ച് നിൽക്കണം എന്നൊക്കെ മനസ്സിലാവും, പുള്ളിക്ക് മനസ്സിലാവോ? നമ്മൾ തീർച്ചയായിട്ടും അവര് ഈ പറഞ്ഞതിലാണ് PM അതുപോലെയാണ് അമിത്ഷാജി ഒക്കെ. അതേ നമ്മളൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമിത്ഷാ. അതെങ്ങനെ മനസ്സിലാവുന്നത്? അവർക്ക് മലയാളം അറിയില്ല. കാരണം അത് എനിക്കൊരു പാലക്കാട് കോട്ട മൈതാനിയിൽ ഞാൻ അമിത്ഷാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ പാലക്കാട് കോട്ട മൈതാനിയിൽ വലിയ ജനക്കൂട്ടത്തിന്. അപ്പോൾ ഞാൻ ആ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അമിത്ഷാജി ഇങ്ങനെ കേരള സർക്കാരിന് കേരളത്തിന് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത ഈ സ്കീമുകളുടെ തുകയുടെയൊക്കെ ഒരു ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി വലതുപക്ഷം ഭരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ BJP ഭരിച്ചപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എന്നുള്ളത് പറഞ്ഞില്ല. കോൺഗ്രസ് UPA ഭരിച്ചപ്പോൾ കിട്ടിയതിനെക്കാട്ടി കൂടുതലെന്നേ പറഞ്ഞില്ല. പെട്ടെന്ന് അമിത്ഷാജിനെ നിർത്തിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എന്നുള്ള വാക്ക് പറഞ്ഞില്ല, അത് പറയാൻ പറഞ്ഞു. നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോഴാണ് പറയുന്നത് അവരൊക്കെ അതുകൊണ്ടാണ് ഗ്രേറ്റ് ആവുന്നത്, നമ്മൾ അല്ലാത്തതാവുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 6-7 തവണ കഴിഞ്ഞിരിക്കുന്നു മോദിയായിട്ടുള്ള സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 6-7 തവണ കഴിഞ്ഞിരിക്കും മോദിയായിട്ടുള്ള സ്പീച്ച് ഇൻട്രാക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. മോദിജി അതിൻ്റെ അകത്ത് ഒരു പ്രശംസിച്ച ഒരു ഘട്ടം എപ്പോഴാണ്? അല്ല, അദ്ദേഹം അങ്ങനെ പ്രശംസയും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിന്റെ മുഖഭാവത്തു നിന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ ഇത്തരത്തിന് കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നന്നായിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അത്രയുള്ള അദ്ദേഹം അങ്ങനെ അഭിനന്ദിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ PMന്റെ ഓഫീസിൽ നിന്ന് സ്ഥിരമായിട്ട് സന്ദീപേട്ടനെ തന്നെ വിളിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ നേരിട്ട്? പാർട്ടിയുടെ തീരുമാനമാണല്ലോ, പാർട്ടിയാണല്ലോ, നമ്മളാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയും അത് തന്നെ മതി എന്നുള്ളതാണ് അവരുടെ. അപ്പം പാർട്ടിയുടെ തീരുമാനം അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമല്ല, അല്ലാതെ PM ഡയറക്റ്റ് തീരുമാനിക്കില്ലല്ലോ.
കേരളത്തിലെ A+ മണ്ഡലങ്ങളിലൊന്നായി ചെങ്ങന്നൂരിലേക്ക് സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാഹചര്യത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ വിജയപ്രതീക്ഷ തന്നെ BJP-ക്കുള്ള ഒരു മണ്ഡലം കൂടിയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും എൻ്റെ പേരുണ്ടെന്ന് ഇങ്ങനെ ഞാനും കേൾക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. നല്ലൊരു മത്സരിക്കണമെന്ന് പറയുമെന്നാണ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവിടെ ഒരു ആര് മത്സരിച്ചാലും ചെങ്ങന്നൂർ വലിയ വിജയപ്രതീക്ഷയല്ല, വിജയിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ആലപ്പുഴയെ സംബന്ധിച്ചോളം 4 മണ്ഡലമുണ്ടല്ലോ. ഹരിപ്പാട്, അതേപോലെ തന്നെ അരൂര്, ചെങ്ങന്നൂര്, അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ, കായംകുളം. അതെ അതെ അതെ, ഒരുപാട് മണ്ഡലങ്ങളുള്ള ഒരു തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഇപ്പോഴത്തെ ആലപ്പുഴ സൗത്ത് ജില്ലയാണ്. സൗത്ത് ജില്ല എന്ന് പറയുമ്പോൾ 4 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ചെങ്ങന്നൂർ, ഹരിപ്പാട്, മാവേലിക്കര, കായംകുളം. അതിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളും അത്യാവശ്യം A+ മണ്ഡലങ്ങൾ തന്നെയാണുള്ളത്. കായംകുളം ആയാലും ഹരിപ്പാട് ആയാലും ഒക്കെ A+ കാറ്റഗറി മണ്ഡലങ്ങൾ തന്നെയാണ് ആയിട്ടുള്ളത്.